വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ. ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മാവ് പുളിപ്പില്ലാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. തിടുക്കത്തിൽ പുറപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരമൊരുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയായ അന്ന് തന്നെ കർത്താവിൻ്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി പ്രവർത്തിച്ച രാത്രിയാണത്. അക്കാരണത്താൽ തലമുറ തോറും ഇസ്രായേൽക്കാർ ഉറക്കളിച്ചിരുന്ന് ആ രാത്രി കർത്താവിന് ബഹുമാനാർത്ഥം ആചരിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ 2 കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഒന്ന്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആചരണം ഇവിടെ ആരംഭിക്കുന്നു. മറ്റൊന്ന്, 430 വർഷക്കാലം അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയതിൻ്റെ ആ രാത്രിയിൽ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച പ്രവർത്തനത്തെ ഓർത്ത് രാത്രിയിൽ ആ ദൈവസന്നിധിയിൽ ദൈവത്തെ ഓർത്ത് ആരാധിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നും ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കളയാതെ സൂക്ഷിക്കുന്ന ഇസ്രായേൽ ജനത്തെ നമുക്ക് കാണാം. ഈജിപ്തിലെ വാസവും പുറപ്പാടും ഒക്കെ എന്നായിരുന്നു എന്ന് നമുക്കറിയാം. യേശു ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ ആചാരങ്ങൾക്ക് അണുവിട വ്യതിചലിക്കാതെ അവരതിനെ സംരക്ഷിക്കുന്നത് കാണാം. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇസ്രായേലിലുണ്ടായ യുദ്ധം അവരുടെ സാബത്ത് ദിനമായിരുന്നത് കൊണ്ട് പ്രതികരിക്കാൻ പോലും അവർ പോയില്ല. നിശബ്ദതയോടെ സഹിച്ചു. അതിനുശേഷമാണ് അവര് തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അത്രയേറെ സഹിഷ്ണുതയോടെ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുന്ന ഇസ്രായേൽ ജനത്തെ നമുക്ക് കാണാം. ഒരു കാലത്ത് അവർ മറുതലിച്ചതിൻ്റെ ഫലം അവര് പരസ്പരം ചിതറിക്കപ്പെട്ടു. ലോകം മുഴുവൻ ഊടാടി നടക്കുന്ന അവസ്ഥയിലോട്ട് അവർ പോയി. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അന്നത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥയിലോട്ട് കേരളം പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരെയും അനുസരിക്കാതെ ഒരു ആചാരങ്ങൾ, എന്തിനാണ് ഈ ആചാരങ്ങൾ, എന്തിനാണ് ഈ അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. ആർക്കും ആരെയും ബഹുമാനമില്ല. ആരും പറയുന്നതും അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അനുസരണം അടിമത്തമാണെന്ന തെറ്റായ ചിന്തകൾ നമ്മുടെ തലയിൽ കയറി. കാരണം ഈ ചിന്തകളും ആലോചനകളും ഒക്കെ വായിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടായിരുന്നു. വിദ്യാഭ്യാസം നമുക്ക് തന്നത് സഭയാണ്. നമ്മളെ വളർത്തിയത് സഭയാണ്. എന്നാൽ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അനർത്ഥങ്ങൾ സംഭരിച്ചു വെക്കുന്ന സംഭരണശാലയായി നമ്മൾ ഓരോരുത്തരും മാറിയാൽ അതിൻ്റെ പരിണിത ഫലം ദൈവകോപത്തിലേക്ക് നമ്മൾ കടന്നു പോകും. ദൈവം നമ്മളെ കൈവിട്ടാൽ, ആ സംരക്ഷണ ഫലം നമുക്ക് നഷ്ടപ്പെട്ടാൽ ഇസ്രായേൽ ജനത്തിന് പണ്ടുകാലം ഉണ്ടായ പോലെ ചെതറിക്കപ്പെടും ലോകമെമ്പാടും. എല്ലായിടത്തും അടിമകളായി മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, ആ നാന്ദി നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനിയെങ്കിലും നമ്മൾ ഒന്നിക്കാൻ, നമ്മൾ ഐക്യത്തിൽ വളരാൻ, യേശുക്രിസ്തുവാകുന്ന ഏകരക്ഷകനിൽ ആശ്രയം വെച്ച് ഒരു കൊടക്കീഴിൽ ഒന്നിച്ചു നിൽക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാകാൻ ദൈവം ഇടവരുത്തട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.